ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സ്പാനിഷ് പരിശീലകനായ ഡേവിഡ് കാറ്റലയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് കീഴിലാണ് ക്ലബ്ബ് ട്രെയിനിങ് നടത്തുന്നത്. കഴിഞ്ഞ തവണത്തെ സൂപ്പർ കപ്പിൽ മുഖ്യ പരിശീലകനായിക്കൊണ്ട് കാറ്റല ഉണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച പോലെ കേരള ബ്ലാസ്റ്റേഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഒരു വർഷത്തെ കോൺട്രാക്റ്റ് കൂടി ക്ലബ്ബുമായി അദ്ദേഹത്തിന് അവശേഷിക്കുന്നുണ്ട്. ഏതായാലും ഈ പുതിയ സീസണിനെ കുറിച്ചും അതേ തുടർന്നുള്ള ഒരുക്കങ്ങളെക്കുറിച്ചുമൊക്കെ കാറ്റല ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് താൻ പൂജ്യത്തിൽ നിന്നല്ല തുടങ്ങുന്നത് എന്നാണ് കാറ്റല പറഞ്ഞിട്ടുള്ളത്. അതായത് കഴിഞ്ഞ സീസണിന്റെ അവസാനത്തിൽ തന്നെ താൻ താരങ്ങളെയും സ്റ്റാഫുകളെയും പരിചയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാണ്. ഈ ഒരു പരിചയം എല്ലാവർക്കിടയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ താൻ പൂജ്യത്തിൽ നിന്നല്ല തുടങ്ങുന്നത് എന്നാണ് ഇപ്പോൾ കാറ്റല പറഞ്ഞിട്ടുള്ളത്. കൂടാതെ വലിയ ഒരു എനർജി ഇപ്പോൾ ടീമിനകത്ത് കാണുന്നു എന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് പോസിറ്റീവായ ഒരു സൂചനകളാണ് ഇപ്പോൾ ടീമിനകത്ത് ഉള്ളത് എന്നാണ് ഈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: നിലവിൽ നിങ്ങൾ താരങ്ങളോട് കൂടുതൽ ഓപ്പൺ ആവുന്നുണ്ട്, എല്ലാവരുമായും ഇപ്പോൾ കംഫർട്ടബിൾ ആണോ എന്നായിരുന്നു ചോദ്യം. മറുപടി ഇങ്ങനെയാണ്: തീർച്ചയായും ഞാൻ കംഫർട്ടബിൾ ആണ്. ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സൂപ്പർ കപ്പിലും എനിക്ക് ടീമിനോടൊപ്പം എക്സ്പീരിയൻസ് ലഭിച്ചു. ഞാൻ പൂജ്യത്തിൽ നിന്നല്ല തുടങ്ങുന്നത്. കഴിഞ്ഞ സീസണിന്റെ അവസാനം തൊട്ടേ എനിക്ക് എല്ലാവരെയും അറിയാം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എനിക്കിപ്പോൾ ബുദ്ധിമുട്ടില്ല. ഞാൻ ഹാപ്പിയാണ്. ടീമിനകത്ത് വലിയ ഒരു എനർജി ഞാനിപ്പോൾ കാണുന്നുണ്ട്. ഇതാണ് ഡേവിഡ് കാറ്റല പറഞ്ഞിട്ടുള്ളത്. അതായത് നല്ല രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ യുണൈറ്റഡ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. വരുന്ന 30-ാം തീയതിയാണ് ഈ മത്സരം. കഴിഞ്ഞ ദിവസം നടന്ന സൗഹൃദ മത്സരത്തിൽ ചെന്നൈയിൻ എഫ്സിയെ പരാജയപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.